എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം വന്ദനം ചെയ്യുന്നു. ഇന്ന് വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 10-ാം അധ്യായം 16 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. 16-ാം വാക്യത്തിൽ കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യത്തിനായി അയക്കുമ്പോൾ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ എന്ന് പറയുന്നതായി കാണാം. തന്റെ ശിഷ്യന്മാർ ചതിവും വഞ്ചനയും ദുഷ്ടതയും ക്രൂരതയും നിറഞ്ഞ ലോകത്തെ നേരിടേണ്ടി വരുമെന്നാണ് യേശു പറയുന്നത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ ആയിരിക്കുക എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കാം. സർപ്പം വളരെ സൂക്ഷ്മതയോടെ ചുറ്റുമുള്ള സകലതും ഗ്രഹിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ജീവിയാണ്. കൂടാതെ സ്വന്തം സംരക്ഷണത്തിനും നിലനിൽപ്പിനും അത് അതീവ ജാഗ്രത പുലർത്തുന്നു. ക്രിസ്തുവിന്റെ അനുയായികൾക്ക് അവയിൽ നിന്ന് അനുകരിക്കാൻ കഴിയുന്നത് അവയെപ്പോലെ സൂക്ഷ്മതയോടെ മനുഷ്യരുടെ ചതികളും ഉപായങ്ങളും വഴി സാക്ഷ്യം നഷ്ടപ്പെടുത്താനും അധിക്ഷേപങ്ങളിൽ കുടുക്കാനുമുള്ള തന്ത്രങ്ങളിൽ നിന്നും ജ്ഞാനികളായി ഒഴിഞ്ഞിരിക്കണം. ദുഷ്ടമനുഷ്യർ പാപത്തിൽ വീഴ്ത്തിക്കളയാൻ പ്രയോഗിക്കുന്ന വഞ്ചനകളിൽ നിന്നുമൊക്കെ തങ്ങളെ തന്നെ സംരക്ഷിക്കാനും അനാവശ്യമായ അപകടങ്ങൾക്ക് വിധേയരാകാതിരിക്കാനും എല്ലാ ശരിയായ മാർഗങ്ങളും വിവേകത്തോടെ ഉപയോഗപ്പെടുത്തണം എന്നാണ് കർത്താവ് പ്രബോധിപ്പിക്കുന്നത്. ഒരു പാമ്പിന്റെ സൂക്ഷ്മതയോടെ വിരോധികൾക്ക് കുറ്റപ്പെടുത്താനോ പ്രകോപിപ്പിക്കാനോ അവസരങ്ങൾ നൽകാതിരിക്കാനും അവർ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ കെണികളും ബുദ്ധിപൂർവ്വം ഒഴിവാക്കാനും ശ്രദ്ധിക്കണം എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. പ്രാവുകളെ പോലെ നിഷ്കളങ്കർ എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് തങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കിടയിലും പ്രാവിനെ പോലെ നിരുപദ്രവമായി ജീവിക്കുക എന്നതാണ്. തന്ത്രങ്ങളിൽ നിന്നും കൗശലത്തിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് പകയും ദ്രോഹവും കോപവും കൂടാതെ പ്രതികാരം ചെയ്യാതെ അവിശ്വാസികളുടെ സകല ഉപദ്രവങ്ങൾക്കിടയിലും സൗമ്യതയും താഴ്മയും നിറഞ്ഞ ജീവിതം നയിക്കുക എന്നതാണ്. സദൃശവാക്യം 14:15 അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു എന്നെഴുതിയിരിക്കുന്ന പോലെ സൂക്ഷ്മ ബുദ്ധിയോടെ മുന്നേറുവാനാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നത്. മത്തായി 10:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷ വിരോധികളായ യഹൂദന്മാരുടെയും ജാതികളുടെയും മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയും യഹൂദ സിനഗോഗിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുമെന്നും എന്നാൽ ശിഷ്യന്മാർ തനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുമെന്ന് കർത്താവ് പറയുന്നു. ആ സമയത്ത് പറയേണ്ട വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നും അത് പിതാവിൻ്റെ ആത്മാവ് എന്ന പരിശുദ്ധാത്മാവിനാൽ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നതെന്നും കർത്താവ് പറയുന്നതായി കാണാം. അപ്പസ്തോലന്മാർ പറയേണ്ട വാക്കുകൾ തക്ക സമയത്ത് നൽകപ്പെടുമെന്ന് ക്രിസ്തു പറയുന്നത് പഴയ നിയമത്തിൽ സമാനമായി ദൈവം മോശയെ ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു എന്ന് വായിക്കുന്നു. മറ്റൊരു വേദഭാഗം യിരെമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം, പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു. ദൈവം യിരെമ്യാവിനെ പ്രവാചക ദൗത്യത്തിന് അയച്ചപ്പോൾ അവന് പ്രഭാഷണത്തിനുള്ള അധികാരം മാത്രമല്ല, ഭയപ്പെടാതെ ദൈവത്തിന്റെ സന്ദേശം വിരോധികളായ ജനത്തിന് നൽകുവാൻ നാവിന് ശക്തിയേകുകയും ചെയ്തു. അതുപോലെ അപ്പസ്തോലന്മാരെയും ശക്തിപ്പെടുത്തുന്നതാണ് നാം ഇവിടെ കാണുന്നത്. മത്തായി 10:20-21 വാക്യങ്ങളിൽ രക്തബന്ധത്തിൽപ്പെട്ടവർ പോലും തൻ്റെ സുവിശേഷ നിമിത്തം ശിഷ്യന്മാരെ മരണത്തിന് ഏൽപ്പിക്കും, കർത്താവിൻ്റെ നാമനിമിത്തം എല്ലാവരും വെറുക്കും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നു. സുവിശേഷത്തിന്റെ പേരിൽ ഉറ്റവരിൽ നിന്ന് പോലും പീഡനങ്ങൾ അനുഭവിക്കപ്പെടും എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം രക്ഷ നമ്മുടെ വ്യക്തിപരമായ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ല, മറിച്ച് അത് സ്ഥിരോത്സാഹത്തിന്റെ വാഗ്ദാനമാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കാൻ കൃപയുള്ളവർ കൃപയാൽ യാഥാർത്ഥ്യമായി രക്ഷിക്കപ്പെട്ടവരാണ്. യേശു പറയുന്ന വിവിധ പരീക്ഷണങ്ങൾ നമ്മളുടെ യഥാർത്ഥ നിറം വെളിപ്പെടുത്തും. ക്രിസ്തുവിന് വേണ്ടി മനുഷ്യരുടെ വെറുപ്പും എല്ലാത്തരം പീഡനങ്ങളും ക്ഷമയോടെ സഹിക്കുന്ന അത്തരം ആളുകൾ നിത്യജീവൻ അവകാശമാക്കിയവരും സന്തുഷ്ടരുമാണ്. യഥാർത്ഥത്തിൽ നിത്യജീവനിലേക്ക് കടന്നവർ തങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടതയിലും തളരാതെ ക്രിസ്തുവിൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുകയും കർത്താവിനായി സകല പീഡനത്തിനും മുമ്പിലും ഉറച്ചു നിൽക്കുകയും ക്രിസ്തീയ മാർഗത്തിൽ മരണമെന്ന അവസാനം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന അവസാനം വരെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. മത്തായി 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുക എന്ന് പറയുന്നത്
ശിഷ്യന്മാർ അത്യാഹിതങ്ങളിൽ കൃത്യമായി പ്രതികരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം 18:18 എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു എന്ന് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് ദാവീദ് ദൈവാത്മാവിൽ പറയുന്നത് നാം വായിക്കുന്നു. 10-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ ശിഷ്യൻ തൻ്റെ ഗുരുവിനേക്കാളോ ദാസൻ തൻ്റെ യജമാനേക്കാളോ മുകളിലല്ല എന്ന ദൃഷ്ടാന്തം കൊണ്ട് കർത്താവിന് നിന്ദയും പീഡനവും വന്നതുപോലെ ശിഷ്യന്മാർക്കും പീഡനങ്ങളും നിന്ദകളും ഉണ്ടാകും എന്ന് കർത്താവ് പറയുന്നത് നാം വായിക്കുന്നു. കഷ്ടതയിലും ശിഷ്യന്മാർക്ക് തങ്ങളുടെ ഗുരുവിൻ്റെ പാത പിന്തുടരേണ്ടതുണ്ട് എന്ന് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. യിരെമ്യാവ് 20:8 വാക്യത്തിൽ സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു, സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദയ്ക്കും പരിഹാസത്തിന് ഹേതുവായി തീർന്നു എന്ന് യിരെമ്യാവ് വിലപിക്കുന്നത് നാം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ സത്യം പ്രസംഗിച്ചതിനാൽ പരിഹാസവും നിന്ദയും എതിർപ്പും ഒക്കെ നേരിടേണ്ടി വന്നു. യേശുവും അവന്റെ ശിഷ്യന്മാരും അനുഭവിച്ച ശത്രുതയെ ഇത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഈ വാക്യങ്ങൾ എല്ലാ കാലത്തും ദൈവത്തിന്റെ ദാസന്മാരായവർക്ക് ലോകത്തിന്റെ വിരുദ്ധതയും പീഡനങ്ങളും നേരിടേണ്ടി വരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവനാമം മാത്രം.